ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാലീസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഇന്ന് ഞാൻ ഒരു 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോരനായിട്ടാണ് വന്നിരിക്കുന്നത്. ചോറിൻ്റെ കൂടെ നമുക്ക് വീട്ടിൽ പച്ചക്കറി ഒന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു തോരനാണ് പപ്പടം തോരൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പടം തോരൻ. ആൻഡ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഷാലീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യണം, എന്നാലും പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടിക്കുള്ളൂ. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് പപ്പടമാണ്. ഇപ്പോൾ ഒരു 6 പപ്പടമാണ് എടുത്തിരിക്കുന്നത്. ഞാനത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ വേണ്ടത് 3 പച്ചമുളക്, 1 കപ്പ് തേങ്ങ, ഈ സവാള മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതു, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓയിൽ ചൂടാവട്ടെ. ഇപ്പോൾ പപ്പടം ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് പപ്പടം വറുത്തെടുക്കാം കേട്ടോ. അതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ എല്ലാ പപ്പടവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം. ഓക്കെ. ഞാനിപ്പോൾ ഒരു പരന്ന പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ പപ്പടം വറുത്ത ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട് ഓയിൽ. അപ്പം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇഞ്ചി ഇട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള സവാള എടുക്കാം. സവാള ഇല്ലെങ്കിൽ നമുക്ക് ചെറിയുള്ളി ഇടാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ചെറിയുള്ളി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ സവാള എടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി വഴന്ന് വരട്ടെ. ആക്ച്വലി ഇതിൽ ഈ സവാള വഴറ്റുന്ന പരിപാടി മാത്രമേ ഇത്തിരി സമയം എടുക്കുള്ളൂ. ബാക്കി എല്ലാം പെട്ടെന്ന് കഴിയും. ഓക്കെ. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് സവാള വഴന്ന് കിട്ടും. ഇനി നമുക്ക് പൊടീസ് ഇട്ട് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇപ്പം തീ കുറച്ച് ഇടണം കേട്ടോ. ആൻഡ് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ആൻഡ് ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കുക. ഓക്കെ. തേങ്ങ ഒരുപാട് ഡ്രൈ ആക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്ത് എടുത്താൽ മതി. ഇനി നമുക്ക് നമ്മളുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എല്ലാം മിക്സ് ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്ത് ഈസിയാണല്ലോ ഇത് ഉണ്ടാക്കാനായിട്ട്. പപ്പടം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് സോട്ടേ ചെയ്ത് കൊടുക്കാം. സോ ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഈ മസാല ഒക്കെ ഇതിലെല്ലാത്തിലും നന്നായി കൂട്ടി യോജിച്ചിട്ടുണ്ട്. നല്ല ഈസിയിൽ ഉണ്ടാക്കാനായിട്ട്. ആൻഡ് ഇത് നല്ല കിടിലൻ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. നിങ്ങൾ ഉപ്പ് ഇടുമ്പോൾ ഓൾറെഡി പപ്പടത്തിന് ഉപ്പുണ്ട്. അപ്പോൾ ഞാൻ സവാളക്ക് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പ് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ. കിടിലൻ പപ്പടം തോരനോടെ റെഡി ആയിട്ടുണ്ട്. ഇതിലും സിമ്പിളായിട്ട് റെസിപ്പി ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ആൻഡ് ഇത് ആക്ച്വലി ഏറ്റവും ബെസ്റ്റ് കഞ്ഞിയുടെ കൂടെയാണ് കേട്ടോ. ചോറിനേക്കാളും എനിക്ക് തോന്നുന്നത് കഞ്ഞിയുടെ കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഇതും മതി. ഇതും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അപ്പം ഞാൻ അടുത്ത ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.